നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. സ്വോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ സ്വോട്ട് ആർമർ 007 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ കൂടുതൽ സംസാരിച്ച സമയം കളയാൻ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോകാം. ഇങ്ങനത്തെ ബോക്സ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. ആ ഒരു കാര്യം ഏറ്റവും ടോപ്പിലായിട്ട് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രവീന്ദ്ര ജഡേജയാണ് ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ. ആ ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബോക്സിന്റെ ബാക്ക് സൈഡിലായിട്ട് മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സ് ആക്സസറീസ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ആപ്പ് സ്റ്റോറിന്റെയും ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെയും ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ 6 month വാറണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിനുള്ളതെന്നുള്ള കാര്യവും ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് നമ്മുടെ വാച്ച് ആണ്. വാച്ച് മാറ്റി വെച്ചു. ഇനി ഇതിൽ എന്തൊക്കെ ആക്സസറീസ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 6 month വാറണ്ടി കാർഡ് ഉണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം വിശദമായിട്ടുള്ള ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. ബോക്സിൽ നമുക്കൊരു മാഗ്നറ്റിക് ചാർജിംഗ് കേബിളോട് ലഭിക്കുന്നുണ്ട്. വാച്ചിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ മെറ്റാലിക് ഫ്രെയിം ആണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റാഫ് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് ഇതിന്റെ ഒരു ബ്രാൻഡിംഗ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സെൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിലാണ് ഇവിടെ സെൻസറിന്റെ ലൈറ്റ് വരുന്നത്. അതിന് താഴെയായിട്ട് ചാർജിംഗ് ഓപ്ഷനും കാണാനായിട്ട് സാധിക്കും. ഈ വാച്ചിന്റെ ഡിസ്പ്ലേ സൈസ് 1.69 ഇഞ്ചിന്റെ ഫുൾ ടച്ച് HD ഡിസ്പ്ലേ ആണ്. 240x280 പിക്സൽ റെസൊല്യൂഷൻ ഉണ്ട്. ഒപ്പം തന്നെ 2.5D കർവ്ഡ് ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡ് ബൈ ടൈം കമ്പനി പറയുന്നത് 30 ഡേയ്സ് ആണ്. യൂസ് ടൈം 7 ഡേയ്സ് ആണ് പറയുന്നത്. ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത് 200 mAh ആണ്. മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സിസ്റ്റം റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നത് iOS 9 എബോ, അതുപോലെ ആൻഡ്രോയിഡിൽ 4.4 എബോ. ഈ വാച്ചിൽ 218 ppi അൾട്രാ വിവിഡ് കളേഴ്സ് ലഭിക്കുന്നുണ്ട്. ബ്രൈറ്റ്നെസിന്റെ നിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് 550 ആണ്. ഇതിലൂടെ നമ്മൾ വെളിയിൽ വാച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല വെട്ടമുള്ള സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് ഡിസ്പ്ലേ വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി വാച്ചിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കാം. ഡിസ്പ്ലേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ഫംഗ്ഷൻസ് കാണാൻ സാധിക്കും. ട്രെയിനിങ്, സ്റ്റാറ്റസ്, മെസ്സേജ്, ഹാർട്ട് റേറ്റ്, ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയൽ പാഡ്, അതേപോലെ തന്നെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ലഭിക്കും. താഴേക്ക് വരുമ്പോൾ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ട്രെസ് മോണിറ്ററിംഗ്, SpO2 മോണിറ്ററിംഗ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, വെതർ മോണിറ്ററിംഗ്, അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഫൈൻഡ് മീ തുടങ്ങിയ ഓപ്ഷൻസ് കൂടെ ലഭിക്കുന്നതാണ്. അലാറം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷനും ലഭിക്കുന്നുണ്ട്. ഇനിയും ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ കണക്ടിവിറ്റി ഓപ്ഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇവിടെ നിന്ന് സാധിക്കും. അതേപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. അടുത്തായിട്ട് സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഫേസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ബ്രൈറ്റ്നസ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര ബ്രൈറ്റ്നസ് വേണം അത് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. തൊട്ട് താഴെ ബ്രൈറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ക്രീൻ ടൈം ഔട്ട് എത്ര വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാം. ഇനി വാച്ചിന്റെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള കോൾസ്, മെസ്സേജുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്റ്റെപ്സ് നടന്നു, അതേപോലെ തന്നെ എത്ര കലോറി ബേണായി തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിനടുത്തായിട്ട് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കാണാനായിട്ട് സാധിക്കും. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കയ്യിൽ വെക്കുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിൽ വരുന്ന റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഞാൻ ടേബിളിൽ ഒന്ന് വെച്ച് നോക്കി. ടേബിളിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം ഇത് കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അതിന്റെ തൊട്ടടുത്തായിട്ട് സ്ലീപ്പ് മോണിറ്ററിംഗ്, വെതർ മോണിറ്ററിംഗ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടെ ലഭിക്കുന്നുണ്ട്. വാച്ചിന്റെ ഹോം സ്ക്രീനിൽ വരാനായിട്ട് ജസ്റ്റ് പവർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ സ്മാർട്ട് വാച്ച് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഗ്ലോറിഫിറ്റ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലൊരു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ വാച്ചുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഫോണിൽ സെറ്റിംഗ്സിൽ വരിക. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ QR കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. QR കോഡ് എടുക്കുക. അതിനുശേഷം ആപ്പിനുള്ളിൽ ഒരു QR കോഡ് സ്കാനർ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാച്ചിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് ഈ രീതിയിൽ സ്കാൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ഉണ്ട്. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് സിങ്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വാച്ചിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കസ്റ്റം ഡയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗാലറിയിലെ ഫോട്ടോസ് നമുക്ക് വാച്ചിന്റെ ഫേസ് ആയിട്ട് ഇടാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ ഫൈൻഡ് ബ്രേസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ചെറിയ വൈബ്രേഷൻ വരും. എവിടെങ്കിലും വെച്ച് വാച്ച് മറന്നു കഴിഞ്ഞാൽ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതേപോലെ മറ്റൊരു ഓപ്ഷൻ ഈ വാച്ചിനുള്ളിലുണ്ട്. എവിടെങ്കിലും വെച്ച് മൊബൈൽ മറന്നു പോയി കഴിഞ്ഞാൽ വാച്ച് വെച്ച് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. വാച്ചിന്റെ സെറ്റിംഗ്സിൽ ഫൈൻഡ് മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മുടെ ഫോൺ റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനുള്ളിലുണ്ട്. കോൾ റിമൈൻഡർ, SMS റിമൈൻഡർ, ആപ്പ് റിമൈൻഡർ, സ്മാർട്ട് അലാം ക്ലോക്ക്, റേസ് ഹാൻഡ് ടു ആക്ടിവേറ്റ് ഡിസ്പ്ലേ. അതായത് ഈ വാച്ചിൽ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഫോൺ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡയൽ പാഡ് ഉണ്ട്. ഇവിടെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ഒരു നമ്പർ ഡയൽ ചെയ്ത് കോൾ ചെയ്ത് കാണിച്ചു തരാം.
ഹലോ ഡാ വെറുതെ വിളിച്ചാ കട്ട് ചെയ്തോ? അല്ല ഞാൻ കട്ട് ചെയ്തോളാം. ഇനി ഈ വാച്ചിൻ്റെ സ്പീക്കർ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാനിവിടെ മൊബൈൽ ഫോണിൽ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ വാച്ചിലൂടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്ത് ഏകദേശം ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച്, ഒരു യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ഓൾറെഡി ഞാൻ മറ്റ് 1-2 കമ്പനികളുടെ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എനിക്ക് ഈ സ്മാർട്ട് വാച്ചിൽ ഒത്തിരി പ്രത്യേകതയൊന്നും തോന്നില്ല. കാരണം സ്മാർട്ട് വാച്ചിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, അതെല്ലാം ഈ സ്മാർട്ട് വാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോളിംഗ് ഫീച്ചർ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫോണിലുള്ള പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ചിലൂടെ കേൾക്കാനുള്ള സ്പീക്കർ, അതേപോലെ തന്നെ മൈക്ക് തുടങ്ങിയ കാര്യങ്ങൾ സ്മാർട്ട് വാച്ചിൽ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കോളിംഗ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല, എക്സലൻ്റ് ആണെന്ന് പറയാം. കാരണം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഈ മൈക്കിലൂടെ അവർക്ക് കേൾക്കാൻ, ഓപ്പോസിറ്റ് സൈഡിലുള്ളവർക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡിസ്റ്റോർഷനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. അതേപോലെ തന്നെ സ്പീക്കറിൻ്റെ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇത് മൊത്തം ഒരു യൂസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കൊക്കെയാണ് സംഭവം. ഇനി ഇത് വാട്ടർ പ്രൂഫ് ആണോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് കാണും. ഇത് സ്പ്ലാഷ് പ്രൂഫ് ആണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് വാച്ച് കെട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതല്ലാതെ വെള്ളത്തിൽ ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും നല്ല സാമാന്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന സ്മാർട്ട് വാച്ചുകളിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇതിന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചിനേക്കാൾ എനിക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഓരോ സമയങ്ങളിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റുകൾക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും മുമ്പ് ഇറങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആക്കിയാണ് ഓരോ കമ്പനികളും അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്മാർട്ട് വാച്ച് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് വലിയ കുഴപ്പമില്ല. ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. ഒരു സ്മാർട്ട് വാച്ചിൻ്റെ എല്ലാ ഫംഗ്ഷൻസും നമ്മൾ ടോട്ടലി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനി അവകാശപ്പെടുന്ന അത്രയും ബാറ്ററി ബാക്കപ്പ് ഒന്നും കിട്ടത്തില്ല. അതിനേക്കാളും 1-2 ദിവസം കുറവൊക്കെ ആയിരിക്കും. അതായത് നമ്മൾ ഫോൺ കോൾ ചെയ്യാനും അതേപോലെ തന്നെ പാട്ട് കേൾക്കാനും ഈ പറഞ്ഞ പോലെ മോണിറ്ററിങ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനുമായിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി തീരുകയും ചെയ്യും സ്മാർട്ട് വാച്ചിന്റെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള അൺബോക്സിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഡെയിലി വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി അടുത്ത വീഡിയോയിൽ കാണാം.